അങ്ങനെ നമ്മുടെ ജിൻഡോ ശ്രീധുവിനിട്ട് പണി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തന്നെ പറയണം. അതായത് രാവിലത്തെ മോർണിംഗ് ടാസ്ക് നമ്മുടെ ബിഗ് ബോസ് കൊടുത്തത് ആരെങ്കിലുമൊക്കെ കുറിച്ച് കള്ളങ്ങൾ പറയാനാണ്. ഇവിടെ ആരും കള്ളം പറയാത്തവരൊന്നും അല്ലല്ലോ. അപ്പോൾ ഇച്ചിരി കൂടെ കള്ളം പറഞ്ഞു വന്ന രീതിയിലാണ് നമ്മുടെ ബിഗ് ബോസ് ആ ടാസ്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ടാസ്കിൽ നമ്മുടെ ജിൻഡോ എടുത്തത് നമ്മുടെ റെസ്മിനെയാണ് കേട്ടോ. റെസ്മിൻ ഇത്രയും നല്ലൊരു കുട്ടി ഇവിടെ ഇല്ല, മാത്രമല്ല റെസ്മിൻ നല്ലൊരു അധ്യാപികയാണ്, ആരോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ റെസ്മിന് അറിയാം, നല്ലൊരു എല്ലാവർക്കും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും പറയുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ്, റെസ്മിൻ ഒരു കത്ത് എഴുതി വെച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതായത് കത്ത് ഞാൻ കണ്ടു, അത് റെസ്മിൻ എഴുതിയ കത്താണ്, അത് ഞാൻ ബാത്റൂം ഏരിയയിൽ നിന്ന് വായിച്ചു. അതിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ അർജുനും അതുപോലെ തന്നെ ശ്രീധുവും തമ്മിലുള്ള ലവ് കോംബോ പുറത്ത് നല്ല ഹിറ്റാണ്, അതേസമയം ജാസ്മിൻ ഗബ്രി കോംബോ പുറത്ത് അത്ര നല്ല ഹിറ്റല്ല, അവർക്ക് പല പ്രശ്നങ്ങളുമുണ്ട് എന്ന രീതിയിൽ ഒരു കത്ത് കിട്ടിയിരുന്നു, അത് റെസ്പിൻ കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നതേ. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ എന്ന് തോന്നും. കാര്യം ഒന്നാമത്തെ കാര്യം ജാസ്മിന് കത്ത് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് ചില്ലറയല്ല ഇതുണ്ടാക്കിയ പ്രശ്നങ്ങളില്ലേ. അപ്പം ഇങ്ങനൊരു കത്തിൻ്റെ കാര്യം പറയുന്നു ജിൻഡോ. ഇതിന് നമ്മൾ റെസ്പിന് എഴുതിയെന്ന ആളാണോ ഇനി വേറെ ആരെങ്കിലും എഴുതിയിട്ട് റെസ്പിന് കൊടുത്തെന്നാണോ? എന്തായാലും റെസ്പിനെ കുറിച്ച് കള്ളം പറയാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അതായത് ആരെക്കുറിച്ച് കള്ളം പറയണോ അയാളെ പിക്ക് ചെയ്യും. അപ്പം നമ്മൾ റെസ്പിനെ കുറിച്ചുള്ള കള്ളങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഉദ്ദേശിക്കുന്നത് നടത്തുക. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ശ്രീധു ചാടി വീഴുന്നുണ്ട്. എന്തായാലും ഇത് ശ്രീധുവിനും കൂടെ ഇട്ടുള്ള പണിയാണ്. കാര്യം ഇവർ ഈ ലവ് കോംബ് ഇപ്പോൾ പിടിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈ അടുത്ത് ഇപ്പം നല്ല രീതിയിൽ ഇവർ ലവ് കോംബ് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിനൊരു പണിയും കൂടെ രാവിലെ ചായയുടെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കിയില്ല. അപ്പം അതിനിട്ടൊരു പണിയും കൂടെ കൊടുത്താന്ന് തോന്നുന്നു. റെസ്പിനൊരു പണി പോകുന്ന വഴിക്ക് ശ്രീധുവിനും കൂടെ എന്നെനിക്ക് തോന്നിയത്. എന്തായാലും ശ്രീധുവിനുള്ള പണി എനിക്ക് തോന്നുന്നു വഴിയെ വരുന്നുണ്ട്. ജിൻഡോ ഇപ്പോൾ നോട്ടപ്പുള്ളിയാക്കി വെച്ചേക്കാണ് ഇന്നൊരു ഒറ്റ ദിവസം കൊണ്ട്. ചായയുടെ ഒറ്റ വിഷയം, ചായ ഇത്രമാത്രം സ്നേഹിക്കുന്നതിന് മനുഷ്യൻ വേറെ ഇല്ല കേട്ടോ. ചായയെക്കുറിച്ച് എല്ലാം പറഞ്ഞാണല്ലോ ജിൻഡോ ചാടി വീഴും. ഇപ്പോൾ എന്തായാലും നമ്മുടെ ശ്രീധുവിനിട്ട് പണി വരുന്നുണ്ട്. എന്തായാലും ഓരോരോ പണികൾ തുടങ്ങി വെച്ചുകൊണ്ടിരിക്കുകയാണ്. റെസ്മിന് തുടങ്ങി ശ്രീധുവിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇനി എന്തായാലും കണ്ടു തന്നെ ആരും നമ്മുടെ ജിൻഡോയുടെ ഗെയിം എന്താകുമെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷൻ ഉടനെ വരുന്നതായിരിക്കും.